Hello friends, today we will start with balanced chemical equations. നമ്മൾ 9th സ്റ്റാൻഡേർഡിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. അതെങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ദ മാസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ അവിടെ പുതുതായി ഒരു മാസ് ക്രിയേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഉള്ള മാസിനെ ഡിസ്ട്രോയ് ചെയ്യുകയോ ചെയ്യാൻ പറ്റത്തില്ല. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ എലമെൻസിൻ്റെ സൈഡിൽ ആദ്യം റിയാക്ട് ചെയ്യുന്ന എലമെൻസിൻ്റെ സൈഡിൽ എന്തുമാത്രം മാസ് റിയാക്ഷൻ നടക്കുന്നതിന് മുൻപേ ഉണ്ടായിരുന്നോ അത്രയും മാസ് തന്നെ പ്രോഡക്റ്റിൻ്റെ സൈഡിലും റിയാക്ഷൻ കഴിയുമ്പോൾ ഉണ്ടായിരിക്കണം. ഇനി വേറൊരു രീതിയിൽ പറഞ്ഞാൽ എത്ര ആറ്റംസ് റിയാക്ട് ചെയ്യുമ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷനിലുണ്ടായിരുന്നോ അത്രയും ആറ്റംസ് തന്നെ റിയാക്ഷൻ കഴിയുമ്പോഴും ഉണ്ടായിരിക്കണം. That is, total mass of the elements present in the products of a chemical reaction has to be equal to the total mass of the elements present in the reactants, or the number of atoms of each element remains the same before and after a chemical reaction. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇനിയുള്ള ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻസിനെ പറ്റി പഠിക്കാൻ പോകുന്നത്. Look at this equation. Zinc plus sulfuric acid is giving zinc sulfate plus hydrogen. ഇതൊരു വേർഡ് ഇക്വേഷൻ ആണ്. ഇതിൻ്റെ കെമിക്കൽ ഇക്വേഷൻ എങ്ങനെ എഴുതുന്നതെന്ന് നമുക്ക് നോക്കാം. Zn plus H2SO4 is giving ZnSO4 plus H2. ഇതാണ് നമ്മൾ മുമ്പേ കണ്ട വേർഡ് ഇക്വേഷൻ്റെ കെമിക്കൽ ഇക്വേഷൻ. ഇനി ഇതിനെ ഒന്ന് ക്ലോസ്ലി നമുക്ക് വാച്ച് ചെയ്യാം. ഇതിൻ്റെ രണ്ട് സൈഡ്സിലുള്ള ആറ്റങ്ങളുടെയും എണ്ണം നമുക്കെടുക്കാം. ലെഫ്റ്റ് സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സിങ്ക് ഒരാറ്റമേ ഉള്ളൂ. റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ അവിടെയും സിങ്കിൻ്റെ ഒരാറ്റമേ ഉള്ളൂ. Now let us again go to the reactant side. അവിടെ ഹൈഡ്രജൻ നോക്കിയേ, H2SO4 എന്നുള്ളതിൻ്റെ അകത്ത് 2 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. ഇനി നമ്മൾ പ്രോഡക്ട്സിൻ്റെ സൈഡിലേക്ക് പോവുകയാണെങ്കിലോ അവിടെയും നമുക്ക് ഹൈഡ്രജൻ്റെ ഒരു മോളിക്യൂള് കാണാം. ആ മോളിക്യൂളിനകത്ത് ഹൈഡ്രജൻ്റെ 2 ആറ്റം ഉണ്ട്. സോ സിങ്കും ഹൈഡ്രജനും ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒരേ എമൗണ്ടിൽ പ്രസൻ്റ് ആണ്. അടുത്തത് ലെഫ്റ്റ് സൈഡിൽ സൾഫർ ആറ്റം നോക്കാം. സൾഫർ ആറ്റം ലെഫ്റ്റ് സൈഡിൽ റിയാക്ടൻ്റ് സൈഡിൽ ഒരെണ്ണമേ ഉള്ളൂ. റൈറ്റ് സൈഡ് ചെക്ക് ചെയ്തേ, റൈറ്റ് സൈഡിലും സൾഫർ ആറ്റം ഒരെണ്ണമാണ് ഉള്ളത്. അഗെയിൻ ഗോയിങ് ടു ദ റിയാക്ടൻ്റ് സൈഡ്, ഓക്സിജൻ ആറ്റം നോക്കുകയാണെങ്കിൽ 4 ഓക്സിജൻ ആറ്റം പ്രസൻ്റ് ആണ്. പ്രോഡക്റ്റ് സൈഡിലും 4 ഓക്സിജൻ ആറ്റം പ്രസൻ്റ് ആണ്. നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം all atoms on the reactant side are present in the same amount in product side, or number of atoms present in the reactant side is equal to the number of atoms present in the product side. Hence we can call this a balanced chemical equation. ഈ കാണുന്നത് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള കെമിക്കൽ ഇക്വേഷൻ ആണ്. So a reaction in which the number of atoms of each element is the same on both sides of the arrow is a balanced chemical equation. Now let us consider another equation. Fe plus H2O is giving Fe3O4 plus H2. ഇനി നമുക്കിതിൻ്റെ റിയാക്റ്റൻ്റ് സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും ഓരോ ടൈപ്പ് ഓഫ് ആറ്റവും എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കാം. ആദ്യം നമ്മൾ Fe അയൺ എടുക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ അയണിൻ്റെ ഒരാറ്റമാണുള്ളത്. പ്രോഡക്റ്റ് സൈഡിൽ അയണിൻ്റെ 3 ആറ്റമുണ്ട്. Fe3 3 ആറ്റംസ് ഉണ്ട്. നൗ ലെഫ്റ്റ് സൈഡിൽ ഹൈഡ്രജൻ കൺസിഡർ ചെയ്യുവാണെങ്കിൽ 2 ആറ്റംസ് ഓഫ് ഹൈഡ്രജൻ ഉണ്ട്. റൈറ്റ് സൈഡിലും 2 ആറ്റംസ് ഓഫ് ഹൈഡ്രജൻ ഉണ്ട്. ഓക്സിജൻ കൺസിഡർ ചെയ്യുമ്പം ലെഫ്റ്റ് സൈഡിൽ 1 ഓക്സിജൻ ആറ്റവും റൈറ്റ് സൈഡിൽ 4 ഓക്സിജൻ ആറ്റംസും പ്രസൻ്റ് ആണ്. ഇപ്പോൾ ഈ പറഞ്ഞ ഡീറ്റെയിൽസ് ഒക്കെ നമ്മളൊരു ടേബിളിലാക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദ റിയാക്റ്റൻ്റ് സൈഡ് ഇസ് നോട്ട് ഈക്വൽ ടു നമ്പർ ഓഫ് ആറ്റംസ് ഓൺ ദ പ്രോഡക്റ്റ് സൈഡ്. ദാറ്റ് മീൻസ് നമ്മുടെ കെമിക്കൽ ഇക്വേഷൻ ഒരു അൺബാലൻസ്ഡ് ഇക്വേഷനാണ്. ഇനി നമുക്കിതിനെ ബാലൻസ് ചെയ്യണം. നമ്മളൊരു ഇക്വേഷനെ ബാലൻസ് ചെയ്യുമ്പം ആദ്യം തന്നെ നമുക്കിതിൻ്റെ ഓരോ റിയാക്റ്റൻറ്റിനെയും പ്രോഡക്റ്റിനെയും ഒരു ബോക്സിനുള്ളിലാക്കാം. ഈ ബോക്സിനുള്ളിൽ കാണുന്ന ആ സിംബൽസിന് നമ്മൾ യാതൊരു വ്യത്യാസവും വരുത്താൻ പാടില്ല. ബാലൻസ് ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് ആറ്റംസ് ഏതാണുള്ളതെന്ന് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം.
ഇതിൽ നിന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഓക്സിജൻ ആറ്റമാണ് ഏറ്റവും കൂടുതൽ എമൗണ്ടിലുള്ളത്. 4 ആറ്റംസ് ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ ഒരു ഓക്സിജൻ ആറ്റവും റൈറ്റ് സൈഡിൽ 4 ഓക്സിജൻ ആറ്റവുമാണ് ഉള്ളത്. ഈ ബോക്സിന് മുൻപ് നമുക്ക് ഹോൾ നമ്പേഴ്സ് ആഡ് ചെയ്ത് ഈ ഇക്വേഷനെ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ H2O മോളിക്യൂളിൻ്റെ മുൻപായിട്ട് നമ്മൾ 4 ആഡ് ചെയ്യുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലും 4 ഓക്സിജൻ ആറ്റംസ് ആയി, റൈറ്റ് സൈഡിലും 4 ഓക്സിജൻ ആറ്റംസ് ആയി. ലെഫ്റ്റ് സൈഡിൽ 4H2O എന്ന് കിട്ടും. അതായത് 4 മോളിക്യൂൾസ് ഓഫ് വാട്ടർ, 4 ആറ്റംസ് ഓഫ് ഓക്സിജൻ ആണ് അതിൽ ഉണ്ടാവുക. സോ ഇപ്പം നമ്മുടെ റിയാക്ഷൻ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. Fe പ്ലസ് 4H2O ഈസ് ഗിവിങ് Fe3O4 പ്ലസ് H2. പക്ഷേ ഈ ഇക്വേഷൻ ഇപ്പോഴും ഫുള്ളി ബാലൻസ്ഡ് അല്ല. ഇപ്പോഴും Feയുടെയും ഹൈഡ്രജൻ്റെയും നമ്പർ ഓഫ് ആറ്റംസ് റിയാക്റ്റൻ്റ് സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും ഡിഫറെൻ്റ് ആണ്. ഇനി നമുക്ക് അതിനെ ബാലൻസ് ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് ആ ബാലൻസ് ചെയ്യാനായിട്ട് ഹൈഡ്രജനെ കൺസിഡർ ചെയ്യാം. റിയാക്റ്റൻ്റ് സൈഡിൽ 4 × 2 8 ഹൈഡ്രജൻ ആറ്റംസ് പ്രസൻ്റ് ആണ്. പക്ഷേ പ്രോഡക്റ്റ് സൈഡിൽ ആകെ 2 ഹൈഡ്രജൻ ആറ്റംസേ പ്രസൻ്റ് ആയിട്ടുള്ളൂ. സോ ഹൈഡ്രജനെ ബാലൻസ് ചെയ്യാനായിട്ട് പ്രോഡക്റ്റ് സൈഡിൽ ഹൈഡ്രജൻ്റെ ബോക്സിന് മുൻപായിട്ട് 4 ആഡ് ചെയ്താൽ പ്രോഡക്റ്റ് സൈഡിലും 8 ഹൈഡ്രജൻ ആറ്റംസ് ആകും. ഇപ്പം നമ്മുടെ ഇക്വേഷൻ Fe പ്ലസ് 4H2O ഈസ് ഗിവിങ് Fe3O4 പ്ലസ് 4H2. ഈ റിയാക്ഷൻ്റെ റിയാക്റ്റൻ്റ് സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും ഓക്സിജനും ഹൈഡ്രജനും ബാലൻസ്ഡ് ആയി. പക്ഷെങ്കിൽ ഇപ്പോഴും അയണിൻ്റെ നമ്പർ ഓഫ് ആറ്റംസ് അൺബാലൻസ്ഡ് ആണ്. റിയാക്റ്റൻ്റ് സൈഡിൽ 1 അയൺ ആറ്റവും പ്രോഡക്റ്റ് സൈഡിൽ 3 അയൺ ആറ്റവുമാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. അയണിനെ ബാലൻസ് ചെയ്യാനായിട്ട് റിയാക്റ്റൻ്റ് സൈഡിൽ അയണിൻ്റെ ബോക്സിൻ്റെ മുൻപായിട്ട് 3 ആഡ് ചെയ്യുമ്പോൾ 3Fe റിയാക്റ്റൻ്റ് സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും Fe3 3 ആറ്റംസ് ഓഫ് അയണും ആകും. അപ്പോൾ Feയും ഈ ഇക്വേഷനിൽ ബാലൻസ്ഡ് ആയിട്ട് കിട്ടും. ഇപ്പം നമ്മുടെ ഇക്വേഷൻ്റെ അകത്ത് റിയാക്റ്റൻ്റ് സൈഡിലുള്ള എല്ലാ ആറ്റംസും ആ സെയിം എമൗണ്ടിൽ പ്രോഡക്റ്റ് സൈഡിൽ പ്രസൻ്റ് ആണ്. സോ ഇതാണ് നമുക്ക് കിട്ടുന്ന ഫൈനൽ ബാലൻസ്ഡ് ഇക്വേഷൻ. 3Fe പ്ലസ് 4H2O ഈസ് ഗിവിങ് Fe3O4 പ്ലസ് 4H2. ദിസ് ഈസ് ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. ഇങ്ങനെ കെമിക്കൽ ഇക്വേഷൻസിനെ ബാലൻസ് ചെയ്യുന്ന ഈ മെത്തേഡിനെയാണ് നമ്മൾ ഹിറ്റ് ആൻഡ് ട്രയൽ മെത്തേഡ് എന്ന് വിളിക്കുന്നത്. നമ്മൾ സ്മോളസ്റ്റ് ഹോൾ നമ്പർ കോഎഫിഷ്യൻസിനെ ആഡ് ചെയ്ത് കൊടുത്ത് ഒരു ട്രയലായിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് ഇക്വേഷൻസിനെ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് ഇതിനെ ഹിറ്റ് ആൻഡ് ട്രയൽ മെത്തേഡ് എന്ന് വിളിക്കുന്നു. ഈ കാണുന്ന നമ്മുടെ ബാലൻസ്ഡ് ഇക്വേഷൻ്റെ അകത്ത് ഈ റിയാക്റ്റൻസിൻ്റെയോ പ്രോഡക്റ്റിൻ്റെയോ ഫിസിക്കൽ സ്റ്റേറ്റിനെ പറ്റി യാതൊരു ഇൻഫർമേഷനും പറഞ്ഞിട്ടില്ല. അതായത് ഈ റിയാക്റ്റൻസ് ഒക്കെ സോളിഡ് സ്റ്റേറ്റിലാണോ ലിക്വിഡ് സ്റ്റേറ്റിലാണോ ഗേഷ്യസ് സ്റ്റേറ്റിലാണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഈ ഇൻഫർമേഷനും നമുക്കൊരു കെമിക്കൽ ഇക്വേഷൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. സോളിഡ് സ്റ്റേറ്റിലാണെങ്കിൽ ബ്രാക്കറ്റിൽ സ്മോൾ ലെറ്റർ എസും, ലിക്വിഡ് സ്റ്റേറ്റിലാണെങ്കിൽ ബ്രാക്കറ്റിൽ സ്മോൾ ലെറ്റർ എല്ലും, ഗേഷ്യസ് സ്റ്റേറ്റിലാണെങ്കിൽ ബ്രാക്കറ്റിൽ സ്മോൾ ലെറ്റർ ജിയും കൊടുത്ത് നമുക്ക് ഈ റിയാക്റ്റൻ്റെയും പ്രോഡക്റ്റിൻ്റെയും ഫിസിക്കൽ സ്റ്റേറ്റിൻ്റെ ഇൻഫർമേഷൻ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇൻക്ലൂഡ് ചെയ്തൊരു കെമിക്കൽ ഇക്വേഷനാണ് ഇത്. ഇതിൻ്റെ അകത്ത് അയൺ സോളിഡ് സ്റ്റേറ്റിലും വാട്ടർ ഗേഷ്യസ് സ്റ്റേറ്റിലും പ്രോഡക്റ്റിൻ്റെ അകത്ത് Fe3O4 സോളിഡ് സ്റ്റേറ്റിലും ഹൈഡ്രജൻ ഗേഷ്യസ് സ്റ്റേറ്റിലുമാണ് ഉള്ളത്. ഇനി ചില റിയാക്ഷൻസ് ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പ്രഷറിലൊക്കെ ആയിരിക്കും നടക്കുക. അല്ലെങ്കിൽ ആ റിയാക്ഷൻ നടക്കാൻ ചിലപ്പോൾ ചില കാറ്റലിസ്റ്റുകളുടെയൊക്കെ ആവശ്യമുണ്ടായിരിക്കും. ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസും നമുക്കൊരു കെമിക്കൽ ഇക്വേഷൻസിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ആ റിയാക്ഷൻ എത്ര ഡിഗ്രിയിലാണ് അല്ലെങ്കിൽ എത്ര അറ്റ്മോസ്ഫിയറിലാണ് നടക്കുന്നത് അല്ലെങ്കിൽ ഏത് കാറ്റലിസ്റ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് ആരോയുടെ മുകളിലും താഴെയുമായിട്ടാണ് നമ്മൾ എഴുതാറുള്ളത്. ഫോർ എക്സാമ്പിൾ ഈ ഫസ്റ്റ് ഇക്വേഷൻ്റെ അകത്ത് ആരോയുടെ മുകളിൽ 340 അറ്റ്മോസ്ഫിയർ എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ റിയാക്ഷൻ നടക്കുന്നത് 340 അറ്റ്മോസ്ഫിയർ പ്രഷറിലായിരിക്കും. ആ പ്രഷറാണ് ആരോയുടെ മുകളിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ഇക്വേഷൻ നമുക്കൊക്കെയും വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു പ്രോസസ്സിൻ്റെ ദാറ്റ് ഈസ് ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസ് നടക്കുന്നത് സൺലൈറ്റിൻ്റെയും ക്ലോറോഫില്ലിൻ്റെയും പ്രസൻസിലാണ്. So we read this equation as 6CO2 plus 6H2O in the presence of sunlight and chlorophyll gives C6H12O6 plus 6O2.
There are some questions given in a box in your textbook. We will try to answer all these questions. Before answering, you should try to think yourself and try to find out the answer. Our first question is, why should a magnesium ribbon be cleaned before burning in air? This was our activity 1, and there is a step reminding us that it should be rubbed with a sandpaper before burning. Now, what is the need of cleaning the magnesium ribbon? This magnesium metal, its top layer is exposed to air. So it might have reacted with the oxygen in the air and might have formed magnesium oxide. So actually that is an impurity on top layer of the magnesium ribbon. So to get the desired chemical reaction, we have to clean it with a sandpaper to remove the magnesium oxide and then burn it. The next question given is, write the balanced equation for the following chemical reactions. ആദ്യം തന്നിരിക്കുന്നത് ഹൈഡ്രജൻ പ്ലസ് ക്ലോറിൻ ഇസ് ഗിവിങ് ഹൈഡ്രജൻ ക്ലോറൈഡ്. യു ആർ ഗിവൺ വിത്ത് എ വേർഡ് ഇക്വേഷൻ. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ കൺസൈസ് ആയിട്ടുള്ള കെമിക്കൽ ഇക്വേഷൻ എഴുതണം. അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ വേർഡ് ഇക്വേഷൻ ഹൈഡ്രജൻ പ്ലസ് ക്ലോറിൻ ഇസ് ഗിവിങ് ഹൈഡ്രജൻ ക്ലോറൈഡ് എന്നുള്ളതാണ്. നമ്മളിതിൻ്റെ കൺസൈസ് ഫോമിലേക്ക് എഴുതുകയാണ്. ഹൈഡ്രജൻ എന്ന് പറയുന്നത് H2ഉം ക്ലോറിൻ എന്ന് പറയുന്നത് Cl2ഉം. ഹൈഡ്രജൻ ക്ലോറൈഡിൻ്റെ കെമിക്കൽ ഫോർമുല HCl. ഇനി നമുക്കിൻ്റെ ലെഫ്റ്റ് സൈഡും റിയാക്ഷൻ സൈഡും പ്രോഡക്റ്റ് സൈഡും കൂടി നോക്കുകയാണെങ്കിൽ ഹൈഡ്രജൻ്റെ 2 ആറ്റംസ് ഉണ്ട് റിയാക്ഷൻ സൈഡിൽ. പ്രോഡക്റ്റ് സൈഡിൽ ഹൈഡ്രജൻ്റെ 1 ആറ്റമേ ഉള്ളൂ. ക്ലോറിൻ്റെയും 2 ആറ്റംസ് ആണ് റിയാക്ഷൻ സൈഡിലുള്ളത്. പ്രോഡക്റ്റ് സൈഡിൽ ക്ലോറിൻ 1 ആറ്റമേ ഉള്ളൂ. സോ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ നമ്മൾ ഈ ഓരോ റിയാക്റ്റൻറ്റിനെയും പ്രോഡക്റ്റിനെയും ഓരോ ബോക്സിലാക്കി. നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ബോക്സിലാക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് വേഗം തന്നെ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വഴി നേരിട്ട് ഇതിൻ്റെ കോഎഫിഷ്യൻസ് എല്ലാം വേഗം കൊടുക്കാൻ പറ്റും. ഫോർ ദ ടൈം ബീങ് വി ആർ യൂസിങ് ദിസ് ബോക്സസ്. അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ 2 ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ബോക്സിൻ്റെ പുറത്ത് 2 കൊടുത്തു. വാട്ട് ഡസ് ദിസ് മീൻ? 2 മോളിക്യൂൾസ് ഓഫ് ഹൈഡ്രജൻ ക്ലോറൈഡ്, അതായത് HCl പ്ലസ് HCl. അപ്പോൾ ടോട്ടൽ എത്ര ആറ്റമായി പ്രോഡക്റ്റ് സൈഡിൽ? ഒരു HCl മോളിക്യൂളിൻ്റെ ഒരു ഹൈഡ്രജനും അടുത്ത HCl മോളിക്യൂളിൻ്റെ ഒരു ഹൈഡ്രജനും. സോ ടോട്ടൽ 2 ഹൈഡ്രജൻ ആറ്റംസ്. അതുപോലെ തന്നെ 2 ക്ലോറിൻ ആറ്റംസും. സോ നൗ ദ ഇക്വേഷൻ ഇസ് ബാലൻസ്ഡ് അല്ലേ? 2 ആറ്റംസ് ഓഫ് ഹൈഡ്രജൻ റിയാക്റ്റൻ സൈഡിലുണ്ട്, 2 ആറ്റംസ് ഓഫ് ഹൈഡ്രജൻ പ്രോഡക്റ്റ് സൈഡിലുണ്ട്. സിമിലർ വിത്ത് ക്ലോറിൻ ഓൾസോ. 2 ആറ്റം റിയാക്റ്റൻ സൈഡിലും 2 ആറ്റം പ്രോഡക്റ്റ് സൈഡിലും. അടുത്ത വേർഡ് ഇക്വേഷൻ തന്നിരിക്കുന്നത് ബേരിയം ക്ലോറൈഡ് പ്ലസ് അലുമിനിയം സൾഫേറ്റ് ഈസ് ഗിവിങ് ബേരിയം സൾഫേറ്റ് പ്ലസ് അലുമിനിയം ക്ലോറൈഡ്. BaCl2 പ്ലസ് Al2SO4 thrice is giving BaSO4 plus AlCl3. നമുക്ക് തന്നിരിക്കുന്ന ഈ വേർഡ് ഇക്വേഷൻ്റെ കെമിക്കൽ ഫോർമുല യൂസ് ചെയ്തിട്ടുള്ള ഇക്വേഷനാണ് ഈ എഴുതിയിരിക്കുന്നത്. ഇതിൽ നിങ്ങൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്, BaCl2 എന്ന് പറയുന്ന ഈ മോളിക്യൂളിനകത്ത് ബേരിയം 1 ആറ്റവും ക്ലോറിൻ്റെ 2 ആറ്റവുമാണ് ഉള്ളത്. Al2SO4 thrice എന്ന് പറയുന്ന ഈ മോളിക്യൂളിനകത്ത് അലുമിനിയത്തിൻ്റെ 2 ആറ്റവും SO4 എന്ന് പറയുന്ന ഈ എൻറ്റിറ്റി 3 പ്രാവശ്യവും ഉണ്ട്. അതായത് സൾഫറിൻ്റെ 3 ആറ്റവും ഓക്സിജൻ്റെ 3 × 4 12 ആറ്റംസുമാണ് ഈ മോളിക്യൂളിനകത്തുള്ളത്. ഇനി പ്രോഡക്റ്റ് സൈഡിൽ ബേരിയം സൾഫേറ്റാണ് നമുക്ക് കിട്ടുന്ന ആദ്യത്തെ പ്രോഡക്റ്റ്. അതിൽ BaSO4 എന്ന് പറയുന്നതിൽ ബേരിയത്തിൻ്റെ 1 ആറ്റവും സൾഫറിൻ്റെ 1 ആറ്റവും ഓക്സിജൻ്റെ 4 ആറ്റവുമാണുള്ളത്. അടുത്ത പ്രോഡക്റ്റ് അലുമിനിയം ക്ലോറൈഡ് AlCl3, അലുമിനിയത്തിൻ്റെ 1 ആറ്റവും ക്ലോറിൻ്റെ 3 ആറ്റവും. ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ. ഇനി നമ്മൾ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും കൂടെ കമ്പയർ ചെയ്യുമ്പം 1 ആറ്റം ഓഫ് ബേരിയം ഓൺ റിയാക്റ്റൻ സൈഡ്, 1 ആറ്റം ഓഫ് ബേരിയം ഓൺ product side. 2 atoms of chlorine on reactant side but 3 atoms of chlorine on product side. 2 atoms of aluminium on reactant side but only 1 atom of aluminium in product side. 3 atoms of sodium in reactant side
but only 1 atom of sulfur in product side. 12 atoms of oxygen in reactant side, but only 4 atoms of oxygen in product side. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇഫ് യു വിഷ് നിങ്ങൾക്കിതിനെ ബോക്സുകളിലാക്കി എഴുതാം. ബോക്സുകളിലാക്കി എഴുതിയതിന് ശേഷം നമ്മൾ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ ഏത് ആറ്റമാണോ ഉള്ളത് അതിനെ ആദ്യം കറക്റ്റ് ചെയ്യാൻ, ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും എപ്പോഴും കൺവീനിയൻറ്റ്. ഇവിടെ നമുക്ക് ഓക്സിജൻ ആറ്റമാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. സോ ലെഫ്റ്റ് സൈഡിൽ റിയാക്റ്റൻറ്റ് സൈഡിൽ 12 ആറ്റംസ് ഓഫ് ഓക്സിജനാണുള്ളത്, പ്രോഡക്റ്റ് സൈഡിൽ 4 ഉള്ളൂ. സോ നമ്മൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ആയതുകൊണ്ട് നമ്മൾ ആദ്യം ഇവിടെ 3 എഴുതാൻ ശ്രമിക്കുന്നു. അപ്പോൾ എത്രയായി? 3 മോളിക്യൂൾസ് ഓഫ് ബേരിയം സൾഫേറ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. അതായത് BaSO4 എന്ന് പറയുന്ന 3 മോളിക്യൂൾസ് ആണ് നമ്മൾക്ക് ഇപ്പം പ്രോഡക്റ്റ് സൈഡിലുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു മോളിക്യൂളിൽ 4 ഓക്സിജൻ ഉണ്ട്. സോ ടോട്ടൽ പ്രോഡക്റ്റ് സൈഡിൽ 3 × 4 12 ഓക്സിജൻ ആറ്റംസ് ആയി, വിച്ച് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് റിയാക്റ്റൻസ്. സോ ഓക്സിജൻ ബാലൻസ്ഡ് ആയി. അടുത്തത് നമ്മൾ നോക്കുമ്പോഴത്തതിന് നമുക്ക് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത് സൾഫർ. ഓട്ടോമാറ്റിക്കലി ഇവിടെ 3 സൾഫർ ആറ്റംസ് ഉള്ളത് നമ്മൾ ഈ 3 കോഎഫിഷ്യൻ്റ് കൊടുത്തതോടുകൂടി ഇവിടെ ബാലൻസ്ഡ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് അലുമിനിയം ആറ്റത്തിനെ ശ്രദ്ധിക്കാം. ഇവിടെ 2 ആറ്റംസ് ഓഫ് അലുമിനിയം ആണുള്ളത്, ഇവിടെ 1 ആറ്റമേ ഉള്ളൂ. സോ അതിനെ ബാലൻസ് ചെയ്യാനായിട്ട് നമുക്കിവിടെ 2 എഴുതാൻ ശ്രമിക്കാം. വി ക്യാൻ ട്രൈ ഗിവിങ് 2 ആസ് എ കോഎഫിഷ്യൻ്റ് ടു ദിസ് മോളിക്യൂൾ. സോ ഇപ്പം നമുക്ക് 2 മോളിക്യൂൾസ് ഓഫ് അലുമിനിയം ക്ലോറൈഡ് കിട്ടി. അങ്ങനെ പറയുമ്പോൾ അലുമിനിയവും ബാലൻസ്ഡ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ബേരിയം നോക്കുകയാണെങ്കിൽ ഇവിടെ 1 ആറ്റം ഓഫ് ബേരിയവും ഇവിടെ 3 ആറ്റംസ് ഓഫ് ബേരിയം ഉണ്ട്. സോ നമുക്കിവിടെ റിയാക്റ്റൻറ്റ് സൈഡിൽ 3 എഴുതി നോക്കാം. അപ്പോൾ ബേരിയം ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ 3 ആറ്റംസും റൈറ്റ് സൈഡിൽ ഇപ്പം 3 ആറ്റംസും. ഇനി ക്ലോറിൻ അന്നേരം എത്ര ആറ്റംസ് ആയി? 3 × 2 6 ആറ്റംസ് ഓഫ് ക്ലോറിൻ ഉണ്ട്. ഇവിടെ നോക്കിയാലോ, ഓട്ടോമാറ്റിക്കലി ഇവിടെയും കറക്റ്റഡ് ആയിട്ടുണ്ട്. 2 × 3 6 ആറ്റംസ്. അപ്പോൾ ഇപ്പം നമ്മൾ ഈ റിയാക്ഷനെ മൊത്തമായിട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ഓൾ ആറ്റംസ് ഓൺ റിയാക്റ്റൻറ്റ് സൈഡ് ആർ ഈക്വൽ ടു all atoms on product side. So this is the balanced chemical equation for the word equation given here. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, സോഡിയം പ്ലസ് വാട്ടർ ഇസ് ഗിവിങ് സോഡിയം ഹൈഡ്രോക്സൈഡ് പ്ലസ് ഹൈഡ്രജൻ. ഈ വേർഡ് ഇക്വേഷനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മൾ കണ്ട വേർഡ് ഇക്വേഷൻ്റെ കെമിക്കൽ ഇക്വേഷൻ ഞാൻ എഴുതിയിട്ടുണ്ട്. സോഡിയത്തിൻ്റെ ഫോർമുല Na, വാട്ടറിൻ്റേത് H2O, സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റേത് NaOH, ഹൈഡ്രജൻ്റേത് H2. ഇനി നമുക്ക് നോക്കാം ലെഫ്റ്റ് സൈഡിലെയും റൈറ്റ് സൈഡിലെയും ആറ്റത്തിൻ്റെ എണ്ണം സെയിം ആണോ നോക്കാം. ലെഫ്റ്റ് സൈഡിൽ സോഡിയം 1, റൈറ്റ് സൈഡിലും സോഡിയത്തിൻ്റെ 1 ആറ്റം. ലെഫ്റ്റ് സൈഡിൽ ഹൈഡ്രജൻ നോക്കുകയാണെങ്കിൽ 2 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്. റൈറ്റ് സൈഡിൽ ഇവിടെ 1ഉം ഇവിടെ 2ഉം. സോ 3 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്. ഹൈഡ്രജൻ ആറ്റം ബാലൻസ്ഡ് അല്ല. അടുത്ത ലെഫ്റ്റ് സൈഡിൽ ഓക്സിജൻ 1 എണ്ണം, റൈറ്റ് സൈഡിലും ഓക്സിജൻ 1 എണ്ണം. സോ ബാക്കിയെല്ലാം ബാലൻസ്ഡ് ആണ്. നമുക്ക് ഹൈഡ്രജനെ മാത്രം ബാലൻസ് ചെയ്താൽ മതി. സോ ഹൈഡ്രജനെ ബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് ഫസ്റ്റ് ഇവിടെ 2 ചെയ്ത് നോക്കാം. ഹൈഡ്രജൻ്റെ എണ്ണമാണല്ലോ കൂട്ടേണ്ടത്. സോ ഇവിടെ ഹൈഡ്രജൻ 3 എണ്ണം ഉണ്ട്. ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിലാണ് എണ്ണം കൂട്ടേണ്ടത്. സോ ഞാനിവിടെ 2H2O എന്ന് എഴുതാൻ പോവാം. അപ്പോൾ ഇവിടെ 2 2s are 4, പക്ഷേ ഇവിടെ 3 ഉള്ളൂ. ഓക്കെ, അപ്പം ഞാൻ ഇവിടെയും 1 മോളിക്യൂൾ ഓഫ് NaOH കൂടെ ആഡ് ചെയ്യാൻ പോവാം. അങ്ങനെ വരുമ്പോൾ 2 NaOH എന്ന് പറയുമ്പോൾ 2 ഹൈഡ്രജൻ ആറ്റം NaOHൻ്റെ അകത്തുണ്ട്. സോ 2 ഹൈഡ്രജൻ ആറ്റം പ്ലസ് 2 ഹൈഡ്രജൻ ആറ്റം, ടോട്ടൽ 4 ഹൈഡ്രജൻ ആറ്റംസ് ആയി. അപ്പോൾ ഇവിടെയും 4 ഹൈഡ്രജൻ ആറ്റംസ് ആയി. ഹൈഡ്രജൻ ബാലൻസ്ഡ് ആയി. പക്ഷേ ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഹൈഡ്രജൻ ബാലൻസ്ഡ് ആയപ്പോൾ ഓക്സിജൻ ഇവിടെ 2 എണ്ണം, ഇവിടെയും 2 എണ്ണം. ഓക്കെ, അത് ഓക്കെ ആയി. സോഡിയം പ്രോഡക്റ്റിൻ്റെ സൈഡിൽ 2 ആറ്റം ഉണ്ട്, പക്ഷേ റിയാക്റ്റൻറ്റിൻ്റെ സൈഡിൽ 1 എണ്ണമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വീണ്ടും ഇവിടെ 2 ആഡ് ചെയ്യുന്നു.
നമ്മളുടെ ഇക്വേഷൻസിൻ്റെ അകത്ത് റിയാക്റ്റൻറ്റിൻ്റെ സൈഡിൽ 2 സോഡിയം ആറ്റം, പ്രോഡക്റ്റിൻ്റെ സൈഡിൽ 2 സോഡിയം ആറ്റം. റിയാക്റ്റൻറ്റിൻ്റെ സൈഡിൽ 2 2s are 4 ഹൈഡ്രജൻ ആറ്റംസ്. ഇവിടെ 2 + 2 4 ഹൈഡ്രജൻ ആറ്റംസ്. അടുത്തത് ഇവിടെ 2 ഓക്സിജൻ ആറ്റം, ഇവിടെയും 2 ഓക്സിജൻ ആറ്റം. സോ ദ ഇക്വേഷൻ ഇസ് ബാലൻസ്ഡ്. ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസിൽ നമുക്ക് വേർഡ് ഇക്വേഷൻ തന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതിൻ്റെ അകത്ത് നമ്മൾ ആദ്യം വേർഡ് ഇക്വേഷൻ എഴുതണം, എന്നിട്ട് അതിനെ ബാലൻസ് ചെയ്യണം, എന്നിട്ട് ഓരോ റിയാക്റ്റൻറ്റും പ്രോഡക്റ്റും ഏത് ഫിസിക്കൽ സ്റ്റേറ്റിലാണുള്ളത്, അതായത് സോളിഡ് ആണോ ലിക്വിഡ് ആണോ ഗ്യാസ് ആണോ എന്നുള്ളതും കൂടി എഴുതണം. ലെറ്റ് us go to the question. Write a balanced chemical equation with state symbols for the following reactions. First one, solutions of barium chloride and sodium sulfate in water react to give insoluble barium sulfate and the solution of sodium chloride. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യനിൽ നിന്ന് ആദ്യം നമ്മളൊരു വേർഡ് ഇക്വേഷൻ കൺസ്ട്രക്റ്റ് ചെയ്യുവാണ്. ബേരിയം ക്ലോറൈഡ് plus sodium sulfate is giving barium sulfate plus sodium chloride. ഇത്രയും ഇൻഫർമേഷൻ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ കിട്ടും. ഇനി ഇതിൻ്റെ കെമിക്കൽ ഫോർമുല യൂസ് ചെയ്തിട്ടുള്ള കെമിക്കൽ ഇക്വേഷൻ എഴുതണം. ബേരിയം ക്ലോറൈഡിൻ്റേത് BaCl2, സോഡിയം സൾഫേറ്റിൻ്റേത് Na2SO4, ബേരിയം സൾഫേറ്റിൻ്റേത് BaSO4, സോഡിയം ക്ലോറൈഡിൻ്റേത് NaCl. ഈ കെമിക്കൽ ഇക്വേഷൻസിൻ്റെ കെമിക്കൽ ഫോർമുലയൊക്കെ കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ 9th ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാകും. ഇതിൻ്റെ വാലൻസിയൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു സബ്സ്റ്റൻസിൻ്റെ കെമിക്കൽ ഫോർമുല കണ്ടുപിടിക്കാൻ നമ്മൾ 9th ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ ഇക്വേഷനെ ബാലൻസ് ചെയ്യണം. ഈ ഇക്വേഷനെ ബാലൻസ് ചെയ്യാനായിട്ട് ലെറ്റ് us check the number of atoms on left side and right side. Barium on the left side is just 1 atom. റൈറ്റ് സൈഡിൽ പ്രോഡക്റ്റ് സൈഡിലും ഒരു ബേരിയം ആറ്റമാണുള്ളത്. ലെഫ്റ്റ് സൈഡിൽ 2 ക്ലോറിൻ ആറ്റം ഉണ്ട്, പ്രോഡക്റ്റ് സൈഡിൽ ഒരു ക്ലോറിൻ ആറ്റമേ ഉള്ളൂ. അപ്പോൾ അത് ബാലൻസ് ചെയ്യാനുണ്ട്. ഇനി റിയാക്റ്റൻറ്റ് സൈഡിൽ 2 സോഡിയം ആറ്റം ഉണ്ട്, പ്രോഡക്റ്റ് സൈഡിൽ ഒരു സോഡിയം ആറ്റമേ ഉള്ളൂ. റിയാക്റ്റൻറ്റ് സൈഡിൽ സൾഫേറ്റ് ഗ്രൂപ്പ് ഒന്നേ ഉള്ളൂ, അതായത് സൾഫർ 1 ഓക്സിജൻ 4. പ്രോഡക്റ്റ് സൈഡിലും ഒരു സൾഫേറ്റ് ഗ്രൂപ്പാണുള്ളത്, സൾഫർ 1 4 ഓക്സിജൻ ആറ്റംസും. അപ്പോൾ ഇതിനകത്ത് ബാലൻസിങ് ആവശ്യമുള്ളത് സോഡിയത്തിനും ക്ലോറിനുമാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? കുറവുള്ളത് പ്രോഡക്റ്റ് സൈഡിലാണ്, ആറ്റത്തിൻ്റെ കുറവുള്ളത് പ്രോഡക്റ്റ് സൈഡിലാണ്. 2 സോഡിയം 2 ക്ലോറിനുമാണ് ലെഫ്റ്റ് സൈഡിൽ, റിയാക്റ്റൻറ്റ് സൈഡിലുള്ളത്. റൈറ്റ് സൈഡിൽ ഒന്നേ ഉള്ളൂ. സോ നമ്മളിവിടെ 2 ആഡ് ചെയ്യുവാണ്. 2 എഴുതുമ്പോൾ 2 സോഡിയം ആറ്റവും 2 ക്ലോറിൻ ആറ്റവുമായി പ്രോഡക്റ്റ് സൈഡിൽ, അതായത് റിയാക്ഷൻ സൈഡിലുള്ളതുമായിട്ട് ബാലൻസ്ഡ് ആയി. സോ ദിസ് ഈസ് എ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ് എഴുതണം. നമുക്ക് പ്രോഡക്റ്റ്സ് ആയിട്ട് എന്താ കിട്ടുന്നത്? ഇൻസോല്യുബിൾ ബേരിയം സൾഫേറ്റ് ആൻഡ് ദ സൊല്യൂഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ്. ഇൻസോല്യുബിൾ ബേരിയം സൾഫേറ്റ് എന്ന് പറയുന്നതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഒരു പ്രസിപ്പിറ്റേറ്റ് ആണ് അവിടെ ഫോം ചെയ്തിരിക്കുന്നത്. അതായത് എ സോളിഡ് ഈസ് ഫോംഡ്. ആ സൊല്യൂഷനിൽ അലിയാത്ത ഒരു സോളിഡ് ആണ് അവിടെ ഫോം ചെയ്തിരിക്കുന്നത്. സോ ബേരിയം സൾഫേറ്റ് ഈസ് എ സോളിഡ്. രണ്ടാമത്, ആൻഡ് ദ സൊല്യൂഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ്, ദാറ്റ് മീൻസ് ലിക്വിഡ് സോഡിയം ക്ലോറൈഡ് ആണ് നമുക്ക് പ്രോഡക്റ്റായിട്ട് കിട്ടിയിരിക്കുന്നത്. ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിച്ച് നോക്കിക്കേ. സൊല്യൂഷൻസ് ഓഫ് ബേരിയം ക്ലോറൈഡ് ആൻഡ് സോഡിയം സൾഫേറ്റ് ഇൻ വാട്ടർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സൊല്യൂഷൻസ് ഇൻ വാട്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ 2 റിയാക്റ്റൻസും ലിക്വിഡ് സ്റ്റേറ്റിലാണുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? BaCl2 ലിക്വിഡ് പ്ലസ് Na2SO4 ലിക്വിഡ് ഇസ് ഗിവിങ് BaSO4 സോളിഡ് പ്ലസ് 2NaCl ലിക്വിഡ്. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ഇൻ വാട്ടർ reacts with hydrochloric acid solution in water to produce sodium chloride solution and water. ഇതിൻ്റെ വേർഡ് ഇക്വേഷൻ എങ്ങനെ എഴുതാം? സോഡിയം ഹൈഡ്രോക്സൈഡ് പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇസ് ഗിവിങ് സോഡിയം ക്ലോറൈഡ് പ്ലസ് വാട്ടർ. ഇതിൻ്റെ കെമിക്കൽ ഫോർമുല യൂസ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ NaOH പ്ലസ് HCl ഇസ് ഗിവിങ് NaCl പ്ലസ് H2O.
ഇനി നമ്മൾ ക്ലോസ്ലി നോക്കുകയാണെങ്കിൽ റിയാക്റ്റിൻ്റെയും പ്രോഡക്റ്റിൻ്റെയും സൈഡിലുള്ള ആറ്റത്തിൻ്റെ എണ്ണം നമുക്കെടുക്കാം. റിയാക്ഷൻ സൈഡിൽ ഒരു സോഡിയം ആറ്റം, പ്രോഡക്റ്റ് സൈഡിലും ഒരു സോഡിയം ആറ്റം. റിയാക്ഷൻ സൈഡിൽ ഒരു ഓക്സിജൻ ആറ്റം, പ്രോഡക്റ്റ് സൈഡിലും ഒരു ഓക്സിജൻ ആറ്റം. റിയാക്ഷൻ സൈഡിൽ NaOHൻ്റെ മോളിക്യൂളിൽ ഒരു ഹൈഡ്രജൻ ആറ്റവും HClൻ്റെ മോളിക്യൂളിൽ ഒരു ഹൈഡ്രജൻ ആറ്റവും. സോ വി ഹാവ് 2 ഹൈഡ്രജൻ ആറ്റംസ് ഇൻ റിയാക്ഷൻ സൈഡ്. പ്രോഡക്റ്റ് സൈഡിലും 2 ഹൈഡ്രജൻ ആറ്റംസ്. പിന്നെ റിയാക്ഷൻ സൈഡിൽ 1 ക്ലോറിൻ ആറ്റം, പ്രോഡക്റ്റ് സൈഡിലും 1 ക്ലോറിൻ ആറ്റം. സോ ദ ഇക്വേഷൻ ഈസ് ഓൾറെഡി ബാലൻസ്ഡ്. ഇനി നമുക്ക് ചേർക്കേണ്ടത് എന്താ? ഇതിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ്സും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യണം. ഇനി ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കിയേ. സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ഇൻ വാട്ടർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ സോഡിയം ഹൈഡ്രോക്സൈഡ് ഈസ് ഇൻ ലിക്വിഡ് ഫോം. റിയാക്ട്സ് വിത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് സൊല്യൂഷൻ. സോ ദാറ്റ് ഈസ് ഓൾസോ ഇൻ ലിക്വിഡ് ഫോം ടു പ്രൊഡ്യൂസ് സോഡിയം ക്ലോറൈഡ്. അപ്പോൾ സോഡിയം ക്ലോറൈഡും ലിക്വിഡ് സ്റ്റേറ്റിലാണ് ഉള്ളത്. ആൻഡ് വാട്ടറും ലിക്വിഡ് സ്റ്റേറ്റിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ ഇക്വേഷനെ നമുക്ക് എങ്ങനെ റീറൈറ്റ് ചെയ്യാം? NaOH in liquid state plus HCl in liquid state is giving NaCl in liquid state plus H2O in liquid state. That's all for today's video. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. Thank you so much. Stay tuned for the next video. Keep learning.